അതിനെ കൊണ്ടുവന്നാക്കിയിട്ട് നേരെ വീട്ടിലേക്കൊന്ന് പെരക്കകത്ത് പോലും കയറാൻ സമ്മതിച്ചില്ല. അപ്പോഴത്തേക്കും ബെക്കാപ്പി ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നേരെ നമ്മുടെ വണ്ടി വെക്കുന്ന സ്ഥലത്ത് വന്ന് നിന്നിട്ട് 2-3 ബ്രെഡ് എടുത്തു. ആദ്യം തന്നെ നമ്മുടെ കോഴിക്കുട്ടികൾക്ക് ഇച്ചിരി കൊടുക്കാം, ഇവർക്ക് വെച്ച് സന്തോഷമാവട്ടെ. ഇവർക്കും ബ്രെഡൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബ്രെഡും അതുപോലെ ബണ്ണ് അതുപോലെ കുറേ സാധനങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുങ്ങൾ അങ്ങോട്ട് ലാവിഷായിട്ടൊക്കെ എടുത്ത് തിന്നു. പിന്നെ ഇവനാണ് കൂട് പൊട്ടിച്ച് കണ്ടപ്പോൾ തന്നെ ആളൊന്ന് ഇളകി മറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ തിന്നതാ നിൽക്കുന്നു വിചാരിച്ച് സമാധാനിച്ചു. കോഴിക്കെങ്ങാനും കൊടുത്തെന്ന് പറഞ്ഞാൽ അതിനെ കടിച്ച് പറിച്ച് കൊന്നേനെ. നേരം വെളുക്കണേക്കാൾ മുമ്പ് എവിടെ പോയതാടി ഹിഡിമിനി, എൻ്റെ ബ്രെഡ് എന്തിനാടി പൊട്ടിച്ചെന്നൊക്കെയാണ് ചോദിക്കണേന്ന് തോന്നുന്നു. ഒന്ന് കൊതിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഒന്ന് കൊടുത്തുവിട്ടെ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പാവം. വെയിറ്റ് ചെയ്യാം. എന്നാൽ അത്ര വലിയ പാവമൊന്നുമല്ല. പലഹാരം കാണുമ്പോൾ മാത്രമാണ് അനുസരണയും ചിട്ടയുള്ള ഒരു കുട്ടിയായിട്ടിരിക്കുള്ളൂ. എന്നാണ് ഈ കൊതിയായിട്ട് വെള്ളമൊക്കെ ചാടുന്നത്. അല്ലെങ്കിലാണെങ്കിൽ ഞാൻ പറഞ്ഞ അനുസരിക്കില്ല. വിളിച്ചാലാണെങ്കിൽ തിരിഞ്ഞു പോലും നോക്കില്ല. എന്തായാലും രാവിലത്തെ ചായയുടെയൊക്കെ കഴിഞ്ഞ് ഉച്ചത്തെ ചോറിനോ വൈകുന്നേരത്തെ ചായക്കോ അടിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും ഞാൻ വന്ന് കിടന്നു. രാവിലെ ഇടിറ്റ് പോയതിൻ്റെ ഒരു സങ്കടം തീർക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും ഷായിച്ചായിട്ട് മനസ്സിലാവുന്നത് ഞാൻ പിന്നെയും വന്ന് കിടന്നുറങ്ങുകയാണ് ചെയ്തതെന്ന്. അങ്ങനെ നമ്മൾ വന്ന് കുറച്ച് വെള്ളവും കൂടി കുടിച്ച് ഒരു 7:43 ആയപ്പോഴത്തേക്കും നമ്മൾ കിടന്നുറങ്ങാൻ തുടങ്ങുകയാണ് ഗൈസ്. കിടന്നുറങ്ങാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഷായിച്ചേട്ടൻ വിചാരിക്കുന്നുണ്ടാവും, ദൈവമേ രാവിലെ മുതൽ ഞാൻ കുടം കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണല്ലോ വെള്ളം ഒഴിച്ചതെന്ന്. പിന്നെ എന്തായാലും അയാൾക്ക് എന്നെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് ജീവിച്ച് പോകുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞുറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ എണീറ്റിരിക്കുകയാണ്. സമയം അങ്ങോട്ട് ഒത്തിരി ഒന്നും ആയിട്ടില്ല. 12:59. കൃത്യം 1 മണിക്ക് നമ്മൾ എണീറ്റു. മനസ്സ് പലതവണ പറഞ്ഞാണ് ഉറങ്ങല്ലേ എന്ന്. പിന്നെ എന്ത് ചെയ്യാൻ, ഉറക്കം ഏറ്റവും പ്രധാനമാണല്ലോ. പിന്നെ ചാടി അങ്ങനെ എണീറ്റ് ഞാൻ തന്നെ എല്ലാ ജോലികളും ചെയ്തോട്ടെ. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓക്കെയാണ്. പിന്നെ ഉറങ്ങുമ്പോൾ ആർക്കും ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.